നമസ്കാരം, എല്ലാവർക്കും ശരണ്യ ടുട്ടു ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ അടുത്തത് എന്ന് വെച്ചാൽ അടുത്ത മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റോളാണ് അല്ലേ. മഫ്തയ്ക്കൊക്കെ വേണ്ടിയിട്ട് മഫ്തയൊക്കെ കെട്ടുന്ന രീതിയിൽ വേണ്ടിയിട്ടുള്ള സ്റ്റോളുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. വേറെ ഏതാണ്? ഓക്കെ ത്രെഡ് വർക്കൊക്കെ ഉള്ള മഫ്തകളും ഉണ്ടല്ലേ. ഇതെങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നതാണോ അതോ നമ്മുടെ പുറത്തുനിന്ന് വരുന്നതാണ്? ചൈനയാണ്, ഇത് തുർക്കിയാണ്. ഓ, ചൈനയാണ്. ഇത് രണ്ടും വ്യത്യാസം. ചൈനയിൽ ചിലതൊക്കെ ബബിൾ എടുക്കും കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാം അല്ലേ. അത് 10 ദിറംസിനും കിട്ടും എല്ലായിടത്തും. പക്ഷെ ഇത് തുർക്കിയാണ്, തുർക്കിയുടെ മെയ്ഡ് ഇൻ തുർക്കിയാണ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ബബിൾ എടുക്കൂല. എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും ബബിൾ എടുക്കും. ചിലത് നമുക്ക് കാണാം, അതൊരു മെറ്റീരിയൽ വരുന്ന ഒരു ഇതാണ്. കുറെ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു തുണിയുടെ പുറത്തൊക്കെ ഇങ്ങനെ ദിറംസ് ആണ് തുർക്കിന്റെ. നമ്മള് 15 ദിറംസ് 15 ദിറംസിന് നമുക്ക് തുർക്കിയുടെ ഇവിടെ കിട്ടും. മെയ്ഡ് ഇൻ തുർക്കി അല്ലേ. മെയ്ഡ് ഇൻ തുർക്കി. അതിലെ സീൽ തന്നെ നോക്കിയാൽ അറിയും. ഇതിലതാ സീൽ ഇരിക്കുന്നു, തുർക്കി എന്നുള്ള മെയ്ഡ് ഇൻ തുർക്കി. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അനുഭവമാണ് നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുവോ? നമ്മുടെ തലയിൽ നല്ല ടൈറ്റ് ആയിട്ടൊക്കെ തന്നെ. ഒരു അധികം വെയിറ്റ് വരില്ല, നല്ലൊരു സോഫ്റ്റ് എയർ പാസ് ചെയ്യും. നമുക്ക് നന്നായിട്ട് കാറ്റൊക്കെ മാഫ്തൊക്കെ കെട്ടുമ്പോ ചെവി അടക്കും. പക്ഷെ ഈ തുർക്കി ഷോളിന് വെയിറ്റ്ലെസ് ആണ്, അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. പിന്നെ ബബിൾ എടുക്കുന്നത്, ബബിൾ എടുത്തു കഴിഞ്ഞാൽ വേഗം ബബിൾ എടുക്കുന്ന തുണിയുണ്ട്, അത് ലോ പ്രൈസിന് കിട്ടും. ബബിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തുണി ഇങ്ങനെ എഴിച്ച് വരിക എന്നുള്ളതാണ് കേട്ടോ. തുണി ഇങ്ങനെ നൂലൊക്കെ എഴിച്ചിങ്ങനെ, അത് ഇതിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. ഇങ്ങനത്തെ മെറ്റീരിയലുകളൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളെ പൈസക്ക് മൂല്യം കൂടും. അതെ, ഇതൊക്കെ ശ്രദ്ധിച്ചാണ് മഫ്ത വാങ്ങിക്കേണ്ടതെന്നാ പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിത്തരുമോ? എനിക്ക് ഇത് എങ്ങനെയാന്ന് നമുക്ക് ചുമ്മാ ഒന്ന് കെട്ടി നോക്കാം. പൊട്ട് മാറ്റണം. ഇത് കെട്ടുന്ന രീതി കൂടി പറഞ്ഞു തരുവാണ് കേട്ടാ. അത് കെട്ടിയിരിക്കുന്ന കണ്ടപ്പോ അതുപോലെ ഒന്ന് കെട്ടാൻ കൊതി. നല്ല വൃത്തിയായിട്ടില്ല, പക്ഷെ വൃത്തിയാവണമെങ്കിൽ പിന്നൊക്കെ ബന്ധാക്കണം. പിന്നൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ട് വേണം അല്ലേ. അപ്പോൾ മഫ്തയൊക്കെ കെട്ടി ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇത് കെട്ടാനുള്ള ഒരു കൊതി കൊണ്ട് പെട്ടെന്ന് എടുത്ത് കെട്ടി വെച്ചതാണ് ഇതൊക്കെ. ഇതിന് കറക്റ്റായിട്ട് പിന്നൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ, എനിക്കിത് ഇട്ടിട്ട് തന്നെ നല്ല കൂളായിട്ടൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇട്ടിട്ടുള്ള വലിയൊരു ഫീലൊന്നും തോന്നില്ല. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കാറ്റൊക്കെ കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പം മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ. സാരിയുടെ സെലക്ഷൻ ആണല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇത് ഒരു ടെസർ എന്താണ് മെറ്റീരിയൽ? എന്താണ്? ഒരു ജൂട്ട് പോലെ അല്ലേ, നല്ല. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇവിടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? അതെ സാരി പ്രിന്റ്. അത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കൈകൊണ്ട് പ്രിന്റ് ചെയ്യുന്നതാണിത്, മെഷീനറി അല്ല. കൈകൊണ്ട് ഓരോ പ്രിന്റും ഇതിലിങ്ങനെ അടിക്കുന്ന ബ്ലോക്ക് പ്രിന്റ്, നമ്മളെ മൈലാഞ്ചി അച്ചു വരും അതുമാതിരി അടിച്ചെടുക്കുന്നതാണ്. ഇതിന്റെ മെഷീനറി ഉണ്ട്, അതിന് ചെറിയ പ്രൈസേ വരും. പ്യുവർ ടസർ എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ് ആണ്. ഓക്കെ, ടെസർ സിൽക്കിന്റെ സാരീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള റേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് ബോംബെ കോട്ടൺ എന്ന് പറയും ഈ സാരിക്ക്. നല്ലൊരു കോട്ടൺ സാരിയാണിത്, നല്ല കളറ്. ബോംബെ കോട്ടൺ. അതെ ഡെയിലി വെയറിന് ടീച്ചേഴ്സ് ഒക്കെ. അതെ, എൻ്റെ അമ്മ ഇങ്ങനത്തെ ടൈപ്പ് സാരിയൊക്കെയാണ് സ്കൂളിലൊക്കെ എടുത്തോണ്ട് പോകുന്നത്. ഈ ഒരു ടൈപ്പ് ഇത് കണ്ടപ്പോൾ അതാ പെട്ടെന്ന് തോന്നിയത്. ഇത് കളർ ഫെയ്ഡ് ആവില്ല. അതെ എന്നും അതുമാതിരി സ്റ്റിഫ് ആയിട്ട് കിടക്കും. അതെ
നമുക്കിത് ഇടയ്ക്ക് കഞ്ഞിയൊക്കെ മുക്കിയാലും ഇല്ലേ, കഞ്ഞിയുള്ള സ്റ്റാർച്ച് അതൊക്കെ മുക്കിയാലും കറക്റ്റ് ആയിട്ട് കളർ ഫെയ്ഡ് ആയിട്ട് പ്രിന്റഡ് ആണ് അല്ലേ, പ്രിന്റിംഗ് ആണ്. ബോംബെ കോട്ടൺ ആണ്. അതെ, ഇതിന്റെ പേര് മധുബനി പ്രിന്റ് ആണ്. മധുബനി പ്രിന്റ് കേട്ടോ. അതായത് ഈ അമ്പലങ്ങളിലൊക്കെ കൂടുതലും മധുബനി, നോർത്ത് ഇന്ത്യൻ മധുബൻ. ഇതിന്റെ തന്നെ വേറൊരു കളർ കൊണ്ട് തോന്നുന്നു അല്ലേ. അതാണ്ട് ഇതൊരു ട്രഡീഷണൽ വേറൊരു മധുബനിയാണ് അല്ലേ. നല്ല രസമുണ്ട് പെണ്ണിനെയൊക്കെ കാണാൻ. അപ്പോൾ ഇത്രയും വർഷമായിട്ടുള്ള ഈ ഒരു ഫീൽഡിലെ ഇത്തയുടെ എക്സ്പീരിയൻസുകളും എങ്ങനെയാണ് ഇതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമുക്ക് എങ്ങനെയാണ് പുതിയതായിട്ട് വരാൻ പോകുന്ന ആളുകളോടുള്ള ഒരു മെസ്സേജ് ഈ ഒരു ഫീൽഡിലോട്ടുള്ളത് എങ്ങനെയാണ് ഒന്ന് പറയാൻ? ഇതിൽ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ കുറേ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസം 1 വർഷമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഈ ഫീൽഡിനെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ നമ്മൾ കണ്ടുവരുന്നത് 1 വർഷമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കും, എന്നിട്ട് ഒരു ഫാഷൻ ഡിസൈനിങ് എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അവരെ സാധനം കസ്റ്റമറെ സാധനം നാശം വരെ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പൈസ മോഹിച്ച ആരും ഇതിലേക്ക് വരരുത്. നമ്മൾ ഇതിനെപ്പറ്റി ഫീൽഡിനെ പറ്റി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിനെ പറ്റി ആദ്യം പഠിക്കുക, എന്നതിന് ശേഷം അതുപോലെ സ്റ്റിച്ചിങ്ങിനെ പറ്റി നന്നായിട്ട് നമ്മളെ സാധനം തന്നെ ആദ്യം കുറെ നമ്മൾ ചെയ്ത് നമ്മൾ കേടുവരുത്തിയാലേ നമുക്ക് ഇതിലേക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നല്ല വരുമാനമുള്ള മേഖലയാണ്. ഇപ്പോൾ ലേഡീസിനായാലും അതെ. പിന്നെ പ്രൊഫഷണൽ ഫീൽഡാണ്, നമുക്ക് ചിലപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ ക്യാഷ് ബാക്കിൽ വരും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്ത പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇതിൽ നല്ലൊരു വരുമാനം തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ക്യാഷ് മാത്രം നോക്കിക്കൊണ്ട് ഈ ഒരു കാര്യം ചെയ്ത് തുടങ്ങരുത്. അതിനോടുള്ള അത്രയേറെ ഡെഡിക്കേഷൻ നമ്മൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെയല്ലേ, ആ ഒരു ഇതാണ് ഇത്തേക്ക് പറയാനുള്ളത്. പിന്നെ കസ്റ്റമറോട് എനിക്ക് പിന്നെ പറയാനുള്ളത്, നിങ്ങളെ ഒരിക്കലും കറക്റ്റ് സമയമില്ലാതെ ഒരു ബൊട്ടിക്കിലേക്ക് വരരുത്. അതായത് നിങ്ങളെ ക്യാഷ് മുടക്കിയിട്ട് നിങ്ങളെ മെറ്റീരിയലാണ്. അപ്പോ ചില കസ്റ്റമറൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കൂ, ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ നിങ്ങൾ അടിച്ചു തരണെന്നുള്ളത്. പൈസ തന്നിട്ട് തന്നെ സംഭവം ശരി, പക്ഷെ അതിനേക്കാളും അങ്ങേപ്പുറം നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള യൂസ് ചെയ്യാനുള്ള സാധനമാണ്. നിങ്ങളെ മൂലധനം നിങ്ങളതാണ്, നിങ്ങളുടെ ഡ്രസ്സാണ്. അപ്പൊ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് വേണം ഒരു ടൈലേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ചെല്ലാൻ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് എടുത്തോ എന്നൊക്കെ നമ്മളെടുത്ത് പറയും. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയും ഇത് അവിടെ ലൂസ് ചെയ്ത് ഇവിടെ മനസ്സിലായില്ലേ. അപ്പൊ ചില മിസ്റ്റേക്കുകൾ നമുക്ക് വേഗം നികത്താൻ പറ്റും, പക്ഷെ ചില മിസ്റ്റേക്കുകൾ നികത്താൻ പറ്റാത്ത രീതിയിൽ മനസ്സിലായില്ലേ. അപ്പൊ അപ്പം വെച്ചിട്ട് ഇവര് ഡ്രസ് ചെയ്ത് നോക്കിയതിന് ശേഷം ആണ് കണ്ണാടിന്റെ മുന്നിൽ നിന്നതിന് ശേഷം അയ്യോ ഇത് ഇങ്ങനെ ആയി ഇത് അങ്ങനെ ആയി എന്നൊക്കെ പറയും. പിന്നുള്ളത് എപ്പോഴും മെഷർമെന്റ് കൊടുക്കുമ്പോ നമ്മള് ബോഡി മെഷർമെന്റ് കൊടുക്കാവും. ഒരു പഴയ ഡ്രസ്സ്, ഒരു ബ്ലൗസ് ആയാലും ഒരു ചുരിദാർ ആയാലും കൊടുക്കുമ്പോ വേഗം എളുപ്പത്തിന് എന്ത് ചെയ്യോ, ഹസ്ബൻഡിന്റെ കയ്യിലോ വേറെ ആരുടെ കയ്യിലോ അല്ലെങ്കിൽ അവരെന്നെ എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു വിടും. എനിക്കിവിടെ യുഎയില് വന്നൊരു അനുഭവമാണത്. ഇവിടെ ടൈമില്ലാത്തൊരു ലൈഫാണ്. പക്ഷെ എങ്കിലും ഇത് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ബ്ലൗസ് ഒക്കെ നിങ്ങളെ എന്നോ ഡ്രസ് ചെയ്ത് നോക്കി ബ്ലൗസ് ആയിരിക്കും. ഈ മെഷർമെന്റ് ആണ് ടൈലേഴ്സിന് കൈമാറുന്നത്. അപ്പൊ അവരത് വെച്ച് അങ്ങോട്ട് അടിക്കും. പിന്നെ ഇത് ഡ്രസ് ചെയ്ത് നിങ്ങൾ നോക്കും, ട്രയൽ നോക്കുമ്പോ ഈ ബ്ലൗസിലുള്ള ഫാൾട്ടുകൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിലും വരും, മറ്റേതിലും വരും. അതുപോലെ തന്നെ അപ്പൊ ഉള്ള നമ്മുടെ ബോഡിയുടെ മെഷർമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ വേരി ചെയ്തോണ്ടിരിക്കും. 18 വയസ്സ് 15 ഇപ്പൊ 15 എന്ന് പറയാം, 15 വയസ്സ് വരെ ബോഡിക്ക് വലിയ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ 15 വയസ്സിൽ നമ്മളെ ലേഡികളുടെ ബോഡി ഇങ്ങനെ മാറും. ഡെലിവറി കഴിയുന്നതിന്റെ മുന്നുള്ള മെഷർമെന്റ് നമുക്ക് വേറെയാണ്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷമുള്ള മെഷർമെന്റ്. ചുരിദാർ നമ്മളിപ്പോ ഒരു പുതിയ ചുരിദാർ അടിച്ച് ഇടുന്നതും ഇപ്പൊ ഇന്ത്യൻ മെറ്റീരിയൽ ആണെങ്കിലും പാകിസ്ഥാൻ മെറ്റീരിയൽ ആണെങ്കിലും ഒരു വാഷ് ചെയ്ത് ഒരു വാഷിന് ചുരുങ്ങുന്ന ഡ്രസ് ഉണ്ട്. ചില ലീനൻ മെറ്റീരിയൽ അഹമ്മദാബാദ് കോട്ടൺസ്, കൊൽക്കത്ത കോട്ടൺസ് ഒക്കെ 2-3 വാഷ് ചെയ്താലും ചുരുങ്ങുന്നുണ്ട്. അപ്പൊ ഒരു മെറ്റീരിയൽ അടിച്ച് അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും.
പക്ഷെ നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡ്രസ് ചെയ്ത് നോക്കുമ്പോ ഇത് കൊള്ളൂല. അതെ അതെ അതെ, അതായത് ടൈറ്റ് ആയി പോകുന്നു. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകിൽ വാഷ് ചെയ്തിട്ട്, ഇപ്പൊ പാകിസ്ഥാൻ ലേഡികളൊക്കെ അധികം ഇവിടെ വാഷ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ കൊണ്ടുപോയത്. അവർക്ക് അറിയാലോ മെറ്റീരിയൽ ചുരുങ്ങുന്നു, 2 ഇഞ്ച് 3 ഇഞ്ച് വരെ ചുരുങ്ങും. അപ്പോ പക്ഷെ നമ്മളെ കേരളത്തിലെ ലേഡികള്, അതായത് ഇന്ത്യൻ ലേഡികൾ തന്നെ പൊതുവെ വാഷ് ചെയ്തിട്ട് ആരും കൊണ്ടുവരാറില്ല. പക്ഷെ നോർത്ത് ഇന്ത്യൻ ലേഡീസ് ഒക്കെ ലൈനിങ് ഒക്കെ വാഷ് ചെയ്ത് തരാറുണ്ട്. അപ്പോ നിങ്ങൾ ഒന്നുകിൽ വാഷ് ചെയ്തിട്ട് കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോ 1 ഇഞ്ച് 2 ഇഞ്ചെങ്കിലും ലൂസ് ആക്കിയിട്ട് എക്സ്ട്രാ അഡീഷണൽ സ്റ്റിച്ച് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്താല് നമ്മൾ എല്ലാ രീതിയിലും ഡ്രസ്സ് ഇടുന്നതിന് ഒരു പെർഫെക്ഷൻ കിട്ടുമെന്നാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കളർ ഗാർഡ്സ് ഒക്കെ ഞാൻ നാട്ടിൽ വെച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ ഗാർഡ്സ് ഒക്കെ നമ്മൾ ഈ തുണിയിലൊക്കെ യൂസ് ചെയ്യുന്നതിന് കളർ ഗാർഡ് നല്ലതാണ്. കാരണം ഈ റോ സിൽക്ക്, ടസർ സിൽക്ക് അതൊക്കെ ഹാൻഡ് വാഷ്, വാട്ടർ വാഷ് പ്രിഫർ ചെയ്യുന്നില്ല. അത് ഡ്രൈ വാഷ് ആണ് എല്ലാവരും പറയുക. അപ്പോൾ ഈ കോട്ടൺ ആണെങ്കിലും ഡ്രൈ വാഷ് പറയുന്നതുണ്ട് ചില കോട്ടൺസ്. ചില സ്ഥാപനങ്ങളിൽ കറക്റ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ട് തന്നെ ഡ്രൈ വാഷ് ചെയ്യുന്നത്. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ ഡ്രൈ വാഷ് അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ കൊണ്ടല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മള് സാധനം കേടുവരും. ജെറി എന്ത് ചെയ്യും, ഇവര് വാട്ടറിൽ മുക്കി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ജെറി ചുരുങ്ങും. ഇപ്പോ ഈ സെറ്റുമുണ്ട് നിങ്ങൾ വാഷ് ചെയ്യാൻ, എന്റെ സെറ്റുമുണ്ട് തന്നെ ഒന്ന് പോയി. എന്റെ ഓണം സാരി എന്ന് പറഞ്ഞ പോലെ ഒരു സാരി, എനിക്ക് ക്രീം കളർ സാരി ഇഷ്ടമാണ്, ഓണം സാരി. അപ്പൊ അങ്ങനെ ഓണം സാരി ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അതില് ഞാൻ ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുത്തു. അത് മൊത്തം നാശമായി. ജെറി ചുരുങ്ങിപ്പോയി. ജെറി ചുരുങ്ങി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിഫ് പോയി. അതേപോലെ ഇപ്പൊ ചെറിയ എന്തെങ്കിലും ഒരു സൂചിക്കുത്തുണ്ടെങ്കിൽ ഡ്രൈ വാഷിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോള് വലുതാക്കി കിട്ടും നമുക്ക്. നമ്മൾ ഈ പിൻ ചെയ്തിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുന്നതിന്റെ വലുതാവും ഡ്രൈ വാഷ് ചെയ്യുമ്പോൾ വലിച്ചു കെട്ടി അങ്ങനെ ചെയ്യുന്നത്. നല്ല പെട്രോളിയം കെമിക്കലില് ഡ്രൈ വാഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് വലിയ തറി പോലെ വലിച്ചു കെട്ടിയിട്ടാണിത്. അപ്പോഴേക്കും ഈ ഹോള് വലുതാവും. സാരിയിലുള്ള ഹോളുകൾ, നമ്മൾ ഈ പിൻ ചെയ്യുന്ന ഹോളുകളൊക്കെ ഈ ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് അങ്ങനെ അറിയാം, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് ഈ ഹോള് വലുതാവുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഈ ഡ്രൈ വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഹോളൊക്കെ വലുതാവുന്നത്. അപ്പോൾ ഈ കളർ ഗാർഡ് ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഡ്രൈ വാഷ് ചെയ്തതിന്റെ സെയിം ഗുണം കിട്ടുന്നുണ്ട്. അതെ, ടൈലറിംഗ് ഫീൽഡില് വനിതയിൽ പല ഫാഷനും വരും ഇനി. അപ്പോൾ ടൈലറിംഗിന്റെ കാര്യത്തിൽ അവര് പരസ്യം പറയുന്നുണ്ടല്ലോ, വനിത ഒരു വഴികാട്ടി. അതേപോലെ തന്നെ ടൈലറിംഗ് ഫീൽഡില് എന്റെ ഒരു വഴികാട്ടി എന്ന് പറയാൻ വനിത. അപ്പൊ തനിയെ പഠിച്ചതാണ്. അല്ലാതെ ഇതിന്റെ ടിപ്സ് ഒന്നും, കട്ടിങ്ങിന്റെ ടിപ്സ് ഒന്നും ഒരു കട്ടറും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കൂല. ഏത് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും മനസ്സിലല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ സ്വയം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബ്ലൗസ് പഠിക്കണമെങ്കിൽ ബ്ലൗസ് തുന്നയിക്കുക, ചുരിദാർ പഠിക്കണമെങ്കിൽ നമ്മളെ ചുരിദാറിനെ തുന്നയിക്കുക, എന്നിട്ട് എങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് തന്നെ ചെയ്യാം. അപ്പൊ അതിനൊക്കെ കുഞ്ഞുനാളിലെ പഠിക്കണത്. ഞാന് ഇപ്പൊ സ്കൂളിൽ നിന്ന് നമ്മളെ ടൈലറിംഗ് ടീച്ചേഴ്സ് ഉണ്ടാവും. അതാണ് എനിക്ക് ഇതിന് പ്രചോദനം. ഫസ്റ്റ് ആ ടീച്ചറാണ് പ്രചോദനം തന്നത്. ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മള് തുന്നൽ ടീച്ചർ എന്ന് പറയാ. അപ്പൊ ആ തുന്നൽ ടീച്ചർ എല്ലാവർക്കും ഉണ്ട്, അറിയാം. ഗവൺമെന്റ് സ്കൂളുകളിൽ ഇങ്ങനെ ഒരു സംരംഭം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് തുന്നലാണ്. തുന്നലിന്റെ ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ഇതൊക്കെ വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലും ആ ഒരു സമയത്തൊക്കെ ഞാൻ തോന്നുന്നു എൻ്റെ അമ്മയുടെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഈ തുന്നൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാനിത് കേട്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടുണ്ട്. പിള്ളേർ തുന്നൽ പഠിക്കാനൊക്കെ ആയിട്ട് ഒരു പീരീഡ്. അപ്പൊ അങ്ങനെ ഒരു തുന്നൽ ക്ലാസ്സിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ PPMHS കൊട്ടുകരാണ് പഠിച്ചത്. അപ്പോൾ ആ കൊട്ടുകര സ്കൂളിൽ ഒരു തുന്നൽ ടീച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പീരീഡ് എല്ലാ കുട്ടികൾക്കും ദേഷ്യ. ടീച്ചർ പറയുന്നൊക്കെ കൊണ്ടുപോയി വരാനും ഒട്ടമടയില് അങ്ങനത്തെ ഒക്കെ ചെയ്യാനും. അപ്പോ പക്ഷെ എനിക്കിഷ്ടേനു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മല്ല് തുണി വാങ്ങിയിട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. കറക്റ്റ് ടീച്ചർ വരാൻ കത്തുക്കും. ആഴ്ചയിൽ ഒരു പീരീഡാ കിട്ടാ. അപ്പൊ ടീച്ചർ വരാൻ കത്തുക്കോ. അങ്ങനെ ടീച്ചർ ഫസ്റ്റ് പെറ്റിക്കോട്ട് കട്ട് ചെയ്ത് തന്നു. അത് എന്റെ ഒരു പ്രചോദനം. അപ്പൊ നമ്മള് മേക്ക് ചെയ്ത് അങ്ങനെ എന്തൊരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയേറെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് വിജയത്തിലെത്തും. അത് തന്നെയാണ് ഇത്തയും പറയുന്നത്. ഇത്തയുടെ അനുഭവം അത് തന്നെയാണ്.